നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്റ്റീവ് ഫിൽറ്റേഴ്സാണ്. നമ്മൾ നോർമൽ നേരത്തെ പാസീവ് ഫിൽറ്റേഴ്സ് പഠിച്ചതാണ്. അതായത് നോർമലിൽ ഒരു റെസിസ്റ്ററും കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പാസീവ് ഫിൽറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്റ്റീവ് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ എന്താണ് ഈ പാസീവ് ഫിൽറ്റേഴ്സ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നതോടുകൂടി മനസ്സിലാവും. അപ്പോൾ ഇൻ ദ RC passive filter circuit, such as low pass and the high pass filters can made using just a single resistor in a series with a non-polarized capacitor connected across the sinusoidal input signal. അല്ലേ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് ചെയ്ത് നോക്കിയതാണ്. We also noticed that the main disadvantages of passive filter is that the amplitude of the output signal is less than that of the input signal. അല്ലേ, that is the gain is never greater than the unity and that the load impedance affects the filter characteristics. അതായത് നോർമൽ ഒരു RC ഫിൽറ്റർ ആണെങ്കിൽ RC ഫിൽറ്ററിൻ്റെ സ്റ്റേജസ് കൂടുന്തോറും ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാളും ഒരിക്കലും ഒരു ഹയർ ആയിരിക്കില്ല. എപ്പോഴും അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഒന്നിൽ താഴെയായിരിക്കും. അപ്പം എന്തായാലും ഇൻപുട്ടിനേക്കാളും കുറഞ്ഞൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. With the passive filter circuit containing multiple stages, this is lower signal amplitude losses in signal amplitude called attenuation can become quite severe. അപ്പോൾ നോർമൽ RC ഫിൽറ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ RC ഫിൽറ്റേഴ്സിൻ്റെ അകത്ത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വളരെ അധികം അറ്റനുവേറ്റഡ് ആയ സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. വൺ വേ ഓഫ് റീസ്റ്റോറിംഗ് or controlling this loss of signal is by using amplification through the use of active filters. അപ്പോൾ ആക്റ്റീവ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ലോസിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. അല്ലെങ്കിൽ ഈ ഒരു പാസീവ് ഫിൽറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന സിഗ്നലിലുണ്ടാകുന്ന കുറവ് അതിനെ നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നികത്താൻ വേണ്ടി ആംപ്ലിഫയർ കൂടി ആഡ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഫിൽറ്റേഴ്സാണ് ഈ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. It is the device that is used to separate a signal from some other signal or separate a signal or different frequency. അതായത് ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ, ദ ഡിവൈസ് ദാറ്റ് ടേക്സ് ദ ഔട്ട്പുട്ട് ഫ്രം ദ സ്റ്റീരിയോ ആംപ്ലിഫയർ. അതായത് ഫിൽറ്റേഴ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. നോർമൽ കേസിൽ നമ്മൾ എവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിന് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. ഒരു ആംപ്ലിഫയർ, സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സൗണ്ടിനെ സെപ്പറേറ്റ്സ് ദ ലോ ഫ്രീക്വൻസീസ്, മിഡിൽ ഫ്രീക്വൻസി, അതുപോലെ ഹൈ ഫ്രീക്വൻസി, ഇങ്ങനെ 2-3 ഫ്രീക്വൻസികളാക്കി മാറ്റാൻ കഴിയും നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട്. അപ്പോൾ 3 സർക്യൂട്ടിലേക്ക് ഈ സിഗ്നലിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ പുറത്തേക്ക് വരുന്നത് ലോ ഫ്രീക്വൻസി ആയിരിക്കും, മറ്റതിലൂടെ വരുന്നത് മിഡിൽ ഫ്രീക്വൻസി ആയിരിക്കും, മൂന്നാമത്തെ ഫിൽറ്ററിലൂടെ പുറത്തേക്ക് വരുന്നത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫ്രീക്വൻസിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നിനെ നമ്മൾ ലോ ഫ്രീക്വൻസി നമ്മുടെ വൂഫറിൻ്റെ അകത്ത്, വൂഫർ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ്, അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രാൻസ്ഡ്യൂസറാണ് ഈ വൂഫർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹോം തിയേറ്ററിൻ്റെ അകത്തൊക്കെ ബാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്. പിന്നെ വരുന്നത് മിഡിൽ ഫ്രീക്വൻസിയാണ്. അത് നമ്മുടെ സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. സ്പീക്കറിൻ്റെ അകത്തേക്ക് പുറത്ത് വരുന്നത് മിഡിൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ബ്രോഡാണ്. പിന്നെ വരുന്നത് ഹൈ ഫ്രീക്വൻസി ആണ്, ട്യൂട്ടർ എന്ന് പറയും. ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ് ചിങ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ ട്യൂട്ടറുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. സ്പീക്കറിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ കൂടെ തന്നെ സൈഡിലൊക്കെ ഒരു ചെറിയൊരു ട്യൂട്ടർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഇതിലേക്ക് കൊടുക്കുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലോ ഫ്രീക്വൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു സ്പീക്കറിലേക്ക് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും മിഡിൽ ഫ്രീക്വൻസി എല്ലാം കൂടെ സ്പീക്കർ കൊടുത്താൽ ചിലപ്പോൾ എല്ലാം കൂടെ ആ ഒരു സ്പീക്കറിന് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം അത്രയും ഫ്രീക്വൻസി, ബ്രോഡ് റേഞ്ച് ഫ്രീക്വൻസി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സ്പീക്കറുകൾ വളരെ കുറവാണ്. അപ്പം നമുക്ക് നോർമലി കിട്ടുന്നതൊന്നും അത്ര ആവണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു സോങ് അല്ലെങ്കിൽ ഒരു ഓഡിയോ നന്നായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ലോ ഫ്രീക്വൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിലേക്ക് കൊടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യണം. അതുപോലെ ഹൈ ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ട്രാൻസിസ്റ്റർ കൊടുത്തിട്ട് അങ്ങനെ ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഓരോ ഡിവൈസിനും അതിൻ്റേതായ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട്. അപ്പം അങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസിലൂടെ നമുക്ക് ആ ഒരു റീപ്രൊഡക്ഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആക്റ്റീവ് ഫിൽറ്റേഴ്സ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, an active filter uses
amplifiers, usually operational amplifier, along with the resistors and capacitors to do the filtering. Op-amp allows them make many different kinds of filters. Again, there are 4 main filter shapes: low pass, high pass, band pass and band reject filters. Low pass filter shape only allow the low frequencies to pass and high frequencies are attenuated. നമുക്കറിയാം ലോ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്നതാണ് ലോ പാസ് ഫിൽട്ടർ. മിഡിൽ ഫ്രീക്വൻസിനെ അല്ലെങ്കിൽ ഹൈ സിഗ്നൽസിനെ, ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്നതാണ് എന്ത്, ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയുമ്പം ഒരു പ്രത്യേക ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്നതാണ് എന്ത്, ഈ പറയുന്ന ബാൻഡ് പാസ് ഫിൽട്ടർ എന്നത്. ബാൻഡ് റിജക്ടർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി കടത്തിവിടും, ഹൈ ഫ്രീക്വൻസി കടത്തിവിടും. ഒരു പ്രത്യേക ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ അത് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയും. അതാണെന്ത് പറയുന്നത്, ഈ ബാൻഡ് റിജക്ട് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആക്റ്റീവ് ഫിൽറ്റേഴ്സിൻ്റെ അകത്തുള്ള ലോ പാസ് ഫിൽറ്റേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലോ പാസ് ഫിൽട്ടർ എന്തായിരിക്കും, ലോ ഫ്രീക്വൻസി മാത്രം കടത്തിവിടുന്ന സർക്യൂട്ടുകൾ നമ്മൾ ലോ പാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയും. നോക്കിയേ, the first order low pass filter consists of simply of passive RC filter stage providing a low frequency path to the input of a non-inverting operational amplifier. അല്ലേ, ഒരു നോൺ ഇൻവെർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ ഒരു RC സർക്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഒരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ആക്റ്റീവ് ഫിൽട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി ദ സെയിം ദാറ്റ് ഓഫ് ദി RC ഫിൽട്ടർ. അല്ലേ, ഈ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത്, ഇതിൻ്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. എക്സെപ്റ്റ് ദാറ്റ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ പാസ് ബാൻഡ് ഗെയിൻ AF ഓഫ് ദി ആംപ്ലിഫയർ. അല്ലേ, ഇതിനൊരു ഗെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫീഡ്ബാക്ക് വഴി, അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ എന്തായാലും ഗെയിൻ ഉണ്ടാവുമല്ലോ, ആ ഗെയിന് കാരണം ഒരു ആംപ്ലിഫിക്കേഷൻ കിട്ടും. അപ്പം നേരത്തെ നമ്മുടെ ഈ RC കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന RCൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയിരുന്ന സിഗ്നലിൻ്റെക്കാളും ഒരു ആംപ്ലിറ്റ്യൂഡ് കൂടിയ സിഗ്നൽ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലോസ് നമുക്കിവിടെ മേക്ക് ചെയ്യാൻ കഴിയും, ഓവർകം ചെയ്യാൻ കഴിയും. അപ്പം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതുവരെ അതിൻ്റെ FC ആണ്, ഇതാണ് അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞത്. കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ FC എന്ന് പറയുന്നത് 1/2π RC ആണ്. R2 എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഓക്കെ, C എന്ന് പറയുന്നത് എന്തായിരിക്കും, കപ്പാസിറ്ററാണ് C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ റോൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് -20 dB/decade ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ പാസ് ബാൻഡ്. ഇത് യൂണിറ്റ് -3 dB വരുന്ന പോയിന്റ് ആണ് നമ്മുടെ FC ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, for non-inverting amplifier circuit, the magnitude of the voltage gain for the filter is given as function of the feedback resistor R2 divided by its corresponding input resistor R1. Value and is given by DC gain എത്ര വരുന്നത് 1 plus R2 by R1. The gain of an active low pass filter as a function of frequency will be എന്താണ്, voltage gain V out by V in ആണ്, equal to AF divided by 1 plus AF by AFC all square. അതാണ് വോൾട്ടേജ് ഗെയിനിൻ്റെ ഇക്വേഷൻ വരുന്നത്. V out by V എന്ന് പറയുമ്പോൾ എന്താണ്, AF by root of 1 plus F by FC ആണ് വോൾട്ടേജ് ഗെയിൻ. എന്തിനാണ്, ലോ പാസ് ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ വോൾട്ടേജ് ഗെയിൻ. where F is the pass band gain of the filter 1/R2 divided by R1. F is equal to the frequency of the input signal in Hertz. FC is equal to the cutoff frequency in Hertz. Thus the operation of low pass active filter can be verified from the frequency gain equation above. As എന്താണ്, at very low frequency F എന്ന് പറയുന്നത് എന്തായിരിക്കും, FC ആയിരിക്കും, ലെസ് ദാൻ FC ആയിരിക്കും. അപ്പോൾ V out by V എന്ന് പറഞ്ഞാൽ ഏതാണ്ട് AF ആയിരിക്കും. F is equal to ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുന്നത് F is equal to FC ആണെങ്കിൽ V out by V എന്ന് പറയുന്നത് എന്തായിരിക്കും, 0.707 into AF ആയിരിക്കും. ഇനി F greater than FC ആണെങ്കിൽ is equal to V out divided by V എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ AF ആയിരിക്കും. AF എന്താണ്, പാസ് ബാൻഡ് gain of the filter. Thus the active low pass filter has a constant gain AF from 0 Hz to the high frequency cutoff point FC. At FC the gain is 0.707 AF and after FC it decreases at a constant rate as frequency increases. Frequency increases തോറും
അത് റോൾ ഓഫ് ചെയ്യും, താഴേക്ക് വരുന്നു. ദാറ്റ് ഈസ് വെൻ ദ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് 10-fold, 1 decade, the voltage gain is divided by 10. In other words, the gain decreases 20 dB per decade is equal to 20 log 10. Each time the frequency is increased by 10. When dealing with the filter circuits, the magnitude of the passband gain of the circuit is generally expressed in decibels or dB as a function of the voltage gain, and this is defined as AV 20 log 10 V out by Vin. Minus 3 dB എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 log 10 into 0.707 V out by Vin ആണ് വരുന്നത്. ഇനി ഹൈ പാസ് ഫിൽട്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ? ആസ് നെയിം ഇംപ്ലൈസ് അറ്റൻഡേഴ്സ് ലോ ഫ്രീക്വൻസി പാസസ് ഹൈ ഫ്രീക്വൻസി, അതായത് ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടുന്ന ഫിൽറ്റർ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നത് ഹൈ പാസ് ഫിൽറ്റർ. അപ്പോൾ നമ്മുടെ ഓപ്പാമ്പ് കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വിളിക്കാൻ? ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് വിളിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംപ്ലി ഓഫ് പാസീവ് ഫിൽറ്റർ സെക്ഷൻ ഫോളോഡ് ബൈ എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി പാസീവ് ഫിൽറ്റർ എക്സെപ്റ്റ് ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആൻഡ് ഫോർ എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ? നോക്കി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിയാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇത് ഇത്രയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ എഫ് സി വരുന്നത്. എഫ് സി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാസ് ബാൻഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് 20 dB per decade എന്ന രീതിയിലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓപ്പൺ ലൂപ്പ് ബാൻഡ് വിഡ്ത്ത് ഗെയിൻ ആണ്. ബാൻഡ് വിഡ്ത്ത് ബാർ ഡിവൈഡ് ബൈ ഗെയിൻ ആണ് ഈ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എഫ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് 1/2π R2 ഇൻറ്റു സി ആണ്, അല്ലെങ്കിൽ CR2 ആണ്. ഓക്കെ, for a non-inverting amplifier circuit, the magnitude of the voltage gain for a filter given function of the feedback resistor R2 divided by its corresponding input resistor R1 value and is given as എന്താ പറയുന്നത് V out by V എന്നത് F into F by FC divided by 1 plus F by FC into whole square. അപ്പോൾ എഫ് എന്നകത്ത് പറയുന്നത് പാസ് ബാൻഡ് ഗെയിൻ ഫിൽറ്റർ ആണ് 1/R2 divided by R1. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഇൻ ഹെർട്സ്, കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ ഹെർട്സ്, FC എന്ന് പറയുന്നത്. ഓക്കെ, but just like the low pass filter, the operation of a high pass filter can be verified from the frequency gain of the equation. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെരിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ എഫ് ലെസ് ദാൻ എഫ് സി ആണെങ്കിൽ ലെസ് ദാൻ എഫ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗെയിൻ വരുന്നത്. വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എഫ് ആയിരിക്കും. എഫ് ഇസിക്കൽ എഫ് സി ആണെങ്കിൽ 0.707 എഫ് ആയിരിക്കും. എഫ് ഗ്രേറ്റർ ദാൻ എഫ് സി ആണെങ്കിൽ V out divided by Vn is approximately equal to AF ആയിരിക്കും വരുന്നത്. Then active high pass filter has gain AF that increases from 0 to അല്ലെങ്കിൽ low frequency cut off 0 to the low frequency cut off point FC at 20 dB per decade. As the frequency increases at FC, then gain is 0.707 AF. And after FC, all frequencies are pass band frequencies, so that filter has constant gain AF with the highest frequency being determined by the closed loop bandwidth of the op amp. പിന്നെ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ നോക്കാം. ഇൻ dB 20 log 10 V out by V in ആണ്. -3 dB ആണെങ്കിൽ -3 dB എന്ന് പറഞ്ഞാൽ ഹാഫ് പവർ പോയിന്റ് അല്ലേ? 20 log 10 ഈ സമയത്ത് -3 dB എന്തായിരിക്കും? പവർ പകുതി ആയിരിക്കും. 20 log 10 0.707 V out by V in ആയിരിക്കും. ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ tan inverse 1/2π FRC ആണ്. ഇനി ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ നമുക്കറിയാം ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ആണ് ആ സർക്യൂട്ട് കടത്തി വിടുക. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഒരു ലോ പാസ് ഫിൽറ്ററും ഒരു ഹൈ പാസ് ഫിൽറ്ററും കൂടെ കാസ്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സർക്യൂട്ട് വിച്ച് അലോസ് ഓൺലി പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ടു പാസ് ത്രൂ ഇറ്റ്. This pass band mainly between cutoff frequencies, and they are FL and FH, where FL is the lower cutoff frequency and FH is higher cutoff frequency. The center frequency is denoted by FC. It is also called as resonant frequency or peak frequency. അല്ലേ? ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്, ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ F1 F2 തീരുമാനിച്ചിട്ട് അതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് നമ്മൾ തീരുമാനിക്കും.
അപ്പോൾ ഇതിന് സെൻട്രൽ ഫ്രീക്വൻസിനാണ് നമ്മൾ FC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The first stage of the band pass filter will pass all frequencies that below cutoff frequency. All the frequencies passed by the first stage will head to the second stage. First stage കടത്തി വിടുന്ന എല്ലാ സിഗ്നലും എവിടെ എത്തും? സെക്കൻഡ് സ്റ്റേജിൽ എത്തും. This stage will pass all frequencies above its cutoff frequency F1. The result of the circuit action is shown in figure. എന്തായിരിക്കും? Note that the only frequencies that will pass through the amplifier are those that fall within the pass band of both amplifier. രണ്ടിൻ്റെയും പാസ് ബാൻഡ് ആണ് നമ്മളിവിടെ കാണുന്നത്. The value of F1 and F2 can be obtained by using the relations 1/2 pi R1C1 and 1/2 pi R2C2. അപ്പോൾ ഓരോന്നിൻ്റെയും F1 F2 നമ്മൾ കാണുന്ന ഇക്വേഷനാണ് 1/2 pi R1C1 and 1/2 pi R2C2. Then the bandwidth എന്താ കിട്ടും? F2 minus F1. സെൻട്രൽ ഫ്രീക്വൻസി ആണെങ്കിൽ F0 equal to F2 minus F1. Q factor is equal to F0 divided by bandwidth ആണ് Q factor. ഇനി ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സ്. എന്താണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ പറയുന്നത്? ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്ത് കളയുന്നു. അതാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സിൽ വരുന്നത്. ഇസ് അനദർ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി സെലക്റ്റീവ് സർക്യൂട്ട് ദാറ്റ് ഫംഗ്ഷൻ ഈസ് in exactly the opposite way to the band pass filter. Look at the before. The band reject filter is also known as band stop filter. നമ്മൾ ബാൻഡ് റിജക്റ്റ് ബാൻഡ് പാസ് ഫിൽറ്ററിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ വരുന്നത്. ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിനെ സംടൈംസ് ഇറ്റ് ആൾസോ കോൾഡ് എന്താണ്? ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്ന് പറയും. പാസസ് ഓൾ ഫ്രീക്വൻസീസ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദോസ് വിത്തിൻ എ സ്പെസിഫൈഡ് സ്റ്റോപ്പ് ബാൻഡ് വിച്ച് ആർ ഗ്രേറ്റ്ലി അറ്റുനേറ്റഡ്. അല്ലേ? If this stop band is very narrow and highly attenuated over a few hertz, then the band stop filter is more commonly referred to as notch filter. നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ ബാൻഡ് എടുത്ത് വളരെ നാരോ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നതിനെ? നോച്ച് ഫിൽറ്റർ എന്ന് പറയും. നോച്ച് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിൻ്റെ ഒരു എന്താ പറയുക നാരോ ബാൻഡിൽ വരുന്ന നാരോ ബാൻഡ് വേർഷനാണ് ഈ നോച്ച് ഫിൽറ്റർ എന്ന് പറയുന്നത്. The function of band stop filter is to pass all those frequencies from 0 up to its first cutoff frequency FL and the pass all those frequencies above its second upper cutoff frequency FH, but block or reject all those frequencies in between these two FL and FH. Then the filter bandwidth between is defined as FH minus FL. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററും ഒരു ഹൈ പാസ് ഫിൽറ്ററും രണ്ടിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് സമ്മ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, അതാണ് ഈ പറയുന്ന ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. അതിൻ്റെ റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസാണ്. ഇത് പാസ് ബാൻഡ്, ഇതൊരു പാസ് ബാൻഡ്, ഇത് റിജക്റ്റ് ഏരിയ. ഓക്കെ, ഫേസ് ഷിഫ്റ്റിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അതുപോലെ ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ, ഇങ്ങനെ 4 ഫിൽറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഇനി വരുന്നത് ബട്ടർവർത്ത് ഫിൽറ്റേഴ്സാണ്. അതായത് ഈ ബട്ടർവർത്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റാണ്, തിയററ്റിക്കൽ ഫിൽറ്റേഴ്സാണ്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അതായത് എന്താ പറയുക, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ അപ്രോച്ചാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി ഈ ഒരു ഫിൽറ്ററിനെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാണെങ്കിൽ, പ്രാക്ടിക്കൽ അപ്രോച്ചിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവന്ന ഒരു സർക്യൂട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു സർക്യൂട്ടാണ് ഈ ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലിലേക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അതുപോലെ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ബട്ടർവർത്ത്, ചെബിഷേവ് ആൻഡ് കവർ ഫിൽറ്റർ ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രാക്ടിക്കൽ ഫിൽറ്റേഴ്സ്. ഓക്കെ, ദാറ്റ് അപ്രോക്സിമേറ്റ് ദ ഐഡിയൽ റെസ്പോൺസ്. അപ്പോൾ ഐഡിയൽ റെസ്പോൺസുമായിട്ട് വളരെയധികം യോജിച്ച് കിടക്കുന്ന പ്രാക്ടിക്കൽ ഫിൽറ്റേഴ്സാണ് ഈ പറയുന്ന ബട്ടർവർത്ത്, ചെബിഷേവ് ആൻഡ് കവർ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? ബട്ടർവർത്ത് ഫിൽറ്ററാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ്, ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പാസ് ബാൻഡിൽ റിപ്പിൾസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ റിപ്പിൾസ് ഇല്ലാത്തതാണ്. അതെന്താണെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം.
The key characteristics of the Butterworth filter is that has flat pass band ആണ്. അതായത് പാസ് ബാൻഡിൽ റിപ്പിൾസ് ഇല്ല എന്ന് പറയാം അല്ലേ, നേരത്തെ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്. റിപ്പിൾസ് ഇല്ലാത്ത സർക്യൂട്ടുകളാണ്, റിപ്പിൾസ് ഇല്ലാതെ കിട്ടുന്ന ടൈപ്പ് സർക്യൂട്ട് ഫിൽട്ടേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ബട്ടർവർത്ത് ഫിൽട്ടർ എന്ന് പറയുന്നത്. as well as the stop band. For this reason it's sometimes called flat filter. flat filter എന്നാണ് പറയുന്നത്. അതായത് പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും റിപ്പിൾസ് ഇല്ലാത്ത ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടുകളാണ് അല്ലെങ്കിൽ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നത് ബട്ടർവർത്ത് ഫിൽട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പാസ് ബാൻഡ് ഫ്ലാറ്റ് ആയിരിക്കും, സ്റ്റോപ്പ് ബാൻഡും ഫ്ലാറ്റ് ആയിരിക്കും. The Chebyshev filter has ripple pass band and flat stop band ആണ്. അപ്പം സ്റ്റോപ്പ് ബാൻഡിൽ ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷേ ചെബിഷേവിൽ ഒരു പാസ് ബാൻഡിൽ എന്ത് ഉണ്ടായിരിക്കും, റിപ്പിൾസ് ഉണ്ടായിരിക്കും. While the cover filter has ripple pass and ripple stop band. Generally the cover filter gives the best stop band response among the three. പക്ഷേ because of their simplicity of design, the low pass and high pass Butterworth filters are discussed here. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതാണ് ഓപ്പാമ്പിൻ്റെ ബട്ടർവർത്ത് ഫിൽട്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽട്ടർ എന്താണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. Figure shows the first order low pass Butterworth filter that uses RC network for filtering. Note that the op-amp is used in non-inverting configuration. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഗതിയാണ് പറയുന്നത്. Hence does not load down the RC network resistors. R1 and RF determine the gain of the filter according to the voltage divider rule. The voltage of the non-inverting terminal എന്തായിരിക്കും? ഒരു op-amp എടുത്തിട്ടുണ്ട്, op-ampൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. പിന്നെ ഇവിടെ RC നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്, ഫിൽറ്ററിംഗ് ആയിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഇതിൻ്റെ ഒരു RC സർക്യൂട്ടിന് ഇതിലേക്ക് ലോഡിങ് വരുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി വോൾട്ടേജ് ഡിവൈഡർ റൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരുന്നത്? എന്തായിരിക്കും? According to voltage divider rule, minus JXC divided by R minus JXC into V ആണ് വരുന്നത് അല്ലേ. R1 divided by R1 plus R2 എന്ന് പറയുന്ന പോലെ minus JXC divided by R minus JXC into V in. Minus JXC equal to 1 by 2 pi FC ആണ്. V1 is equal to നമുക്ക് എങ്ങനെ എഴുതാം, 1 by 2 pi FC divided by R into 1 by 2 pi FC into V in. V1 is equal to V in divided by 1 plus J into 2 pi FC എന്ന് എഴുതാം. ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എഴുതാം, V0 is equal to 1 plus RF divided by R1 into V1 അല്ലേ, ഇൻറ്റു V1. അതാണ് നമ്മുടെ ആക്റ്റീവ് ഫിൽറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ V1 is equal to Vn divided by 1 plus 2 pi FRC എന്ന് കിട്ടി. V0 by Vn is equal to എന്താണ്, സോറി ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ കിട്ടും നമുക്ക്? V0 is equal to 1 plus RF by Rin into V1 നേരത്തെ കണ്ടതാണ്. V0 is equal to 1 plus RF divided by ഈ സംഭവം Vin divided by 1 plus 2 pi FRC J into 2 pi FRC കൊടുത്തിട്ടുണ്ട്. V0 by Vin is equal to എന്ത് കിട്ടും, AF into AF divided by 1 plus J into F by FH. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ ഓഫ് low pass filter verified from the gain magnitude at very low frequency f less than fh ആണെങ്കിൽ എന്തായിരിക്കും, V0 by Vn എന്തായിരിക്കും, AFN ആയിരിക്കും. ഓക്കെ, V0 by Vn എന്ന് പറയുന്നതാണ് ഗെയിൻ ഓഫ് ഫിൽട്ടർ ആണ്. V0 by Vn എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഫിൽട്ടർ. AF is equal to 1 by RF by R1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം, 1 plus RF by Rn. അപ്പോൾ അങ്ങനെ നമുക്ക് V0 by Vn നമുക്ക് എഴുതാം 1 plus RF by R1 എന്ന് എഴുതാം. പാസ് ബാൻഡ് ഗെയിൻ ഓഫ് ഫിൽട്ടർ. അപ്പോൾ FH ആണെങ്കിൽ 1 by 2 pi RC ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എ ഫിൽട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഫേസ് ആംഗിൾ ഇക്വേഷൻ ഓഫ് ലോ പാസ് ഫിൽട്ടർ എങ്ങനെ വരുന്നത്, V0 by Vn equal to AF divided by 1 plus J into F by FH whole square. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ tan inverse F by FH minus tan inverse F by FH. ഇനി ഓപ്പറേഷൻ ഓഫ് ലോ പാസ് ഫിൽട്ടർ
വെരിഫൈഡ് ഫ്രം ദ ഗെയിൻ മാഗ്നിറ്റ്യൂഡ്. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് ഒന്നുകൂടി പറയാം. ഇവിടെ എഫ് മൈനസ് എഫ് എച്ച് ആണെങ്കിൽ എഫ് ആയിരിക്കും, എഫ് ഈക്വൽ ടു എഫ് എച്ച് ആണെങ്കിൽ 0.707 എഫ് ആയിരിക്കും, എഫ് ഗ്രേറ്റർ ദാൻ എഫ് എച്ച് ആണെങ്കിൽ മൈനസ് എഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐഡിയൽ കേസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ ഡിസൈൻ ആണ്. ലോ പാസ് ഫിൽറ്റർ ഫസ്റ്റ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ ഡിസൈൻ. ലോ പാസ് ഫിൽറ്റർ ക്യാൻ ബി ഡിസൈൻഡ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. Choose a value of value of high cutoff frequency FH. Select a value of C less than or equal to 1 μf. Calculate the value of R using R is equal to 1 by 2 pi FH into C. Finally, R1 and RF depend on the desired passband gain AF using AF is equal to 1 plus RF by RN. ഇതാണ് നമ്മുടെ ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ ഡിസൈനിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ റെസ്പോൺസാണ്, ഫ്രീക്വൻസി റെസ്പോൺസാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുതന്നെ അതേ ഫ്രീക്വൻസി റെസ്പോൺസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഓർഡറിൽ വരുമ്പോഴത്തേക്കും ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഫിൽറ്റർ എഫ് എച്ച് ഇസിക്കൽ 1 by 2 pi R2 R3 C2 C2 രണ്ട് സെക്ഷൻ വരുന്നുണ്ട് അല്ലേ, 2 R2 C2 R3 C1 ഇങ്ങനെ 2 സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എച്ച് ഇസിക്കൽ 1 by root of 2 pi R2 R3 C2 C3 എഴുതാം. V0 വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ ഓഫ് എൽ പി എഫ് എന്ന് പറയുന്നത് എന്താണ്? V0 by Vin ആണ്, ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓൾ റൈസ് ടു 4. വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ ഓഫ് ലോ പാസ് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ V0 by Vn മോഡ് V0 by Vn ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് എച്ച് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓൾ റൈസ് ടു 4. എഫ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ എന്ന് എഴുതാം. പാസ് ബാൻഡ് ഗെയിൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ. എഫ് എച്ച് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 by 2 pi R2 R3 C2 C3. അപ്പം R2 R1 ഈക്വൽ ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? R2 R3 ഈക്വൽ ആണ്, C2 C3 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by root of 2 pi ഇൻറ്റു ആർ സി എഴുതാം അല്ലേ. റൂട്ട് 2 pi മാത്രമാക്കിയിട്ട് C1 R2 ആർ സി എഴുതാം, വെറും ആർ സി എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് എച്ച് ഡിറ്റർമിൻ ചെയ്യാം, എന്നിട്ട് R2 R3 ഈക്വൽ ടു 6 ആൻഡ് C2 C3 C എടുക്കാം. ദെൻ ചൂസ് വാല്യൂ ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 μf. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് R യൂസിങ് R is equal to 1 by 2 pi FH എഴുതാം. R2 equal to R3 and finally because of the equal resistor R2 equal to R3 and C2 equal to C3 values, the pass band voltage gain AF is equal to 1 by 1 plus RF by R1 of the second order low pass filter has to become equal to 1.586 അല്ലേ, അങ്ങനെ കിട്ടും. അപ്പം that is RF is equal to 0.586 എന്ന് കിട്ടും അല്ലേ. RF is equal to 0.586. This gain necessary to guarantee Butterworth response. Hence, choose a value of R1 less than or equal to 100 kilo ohm and calculate the value of RF. ഇത്രയാണ് ഇതുപോലെ പോയിന്റ് മാർക്ക് എഴുതിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റെസ്പോൺസ് ഇതാണ്. ഫസ്റ്റ് റെസ്പോൺസ് ഇതാണ്, ഫസ്റ്റ് ഓർഡറിൻ്റെ റെസ്പോൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഓർഡറിൻ്റെ റെസ്പോൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് -40 dB ഡെക്കേഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഓർഡർ കൂടുന്നതനുസരിച്ച് ഇവിടെ കിട്ടുന്ന എന്താ പറയുക, റോൾ ഓഫ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് ഒരു ഐഡിയൽ അപ്രോച്ചിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് -20 dB per decade ആണെങ്കിൽ ഇവിടെ വരുന്നത് -40 dB per decade ആയിരിക്കും. ഓക്കെ.